എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബിയിൽ ജൂൺ 2022 പാർട്ട് ബി ആണ് ഫസ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1 നോക്കാം. Derive the differential equation of a forced harmonic oscillator and obtain the expression for its amplitude. Okay, so എന്താണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളത്. ഫസ്റ്റ് സോ ഒരു എന്താണ് ഹാർമോണിക് ഓസിലേഷൻ അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ടാകും? 3 ഫോഴ്സസ് എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒന്ന് റീസ്റ്റോറിങ് ഫോഴ്സ്, നമുക്കറിയാം -kx എന്ന് പറയുന്നത്. ദെൻ ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ടാവും, അത് -b × dx/dt ആണ്. ദെൻ ഒരു ഡ്രിവൺ ഫോഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് F0 sin ωft എന്ന് പറയുന്നത്. സോ ഒരു ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? ഈ 3 ഫോഴ്സിൻ്റെയും സമ്മാണ് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? F = F1 + F2 + F3. എന്താണ്? ഇനി ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഫോഴ്സ് = മാസ് × ആക്സിലറേഷൻ ആണ്. എം എന്ന് പറയുന്നത് മാസ് × ആക്സിലറേഷൻ എന്താണ്? dv/dt ആണ്, നമുക്കറിയാം dv/dt ആണ്. dv/dt ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? d/dt dx/dt ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? d2x/dt² എന്നിട്ട് എഴുതി കൊടുക്കാം. ആൻഡ് F1 എന്ന് പറയുന്നത് -kx, F2 -b × dx/dt, ദെൻ ഇത് F0 sin ωft. ഇനി എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് ഇതിനെ m വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് ഇതിനെ രണ്ടിനെയും ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താകും? d2x/dt² + b/m dx/dt + k/mx = F0/m sin ωft. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. b/m 2 ഗാമ എന്ന് കൊടുക്കും, 2 ന്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ദെൻ k/m ω02 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ആൻഡ് f/m F0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇങ്ങനെ കിട്ടും. എന്താണ്? d2x/dt² + 2 ന്യൂ dx/dt + ω0x = F0 sin ωft. ഇതാണ് ഒരു ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ സൊല്യൂഷൻ x = a × sin ωft -5 ആണ്. a ആംപ്ലിറ്റ്യൂഡാണ്, 5 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും, അതായത് ഫോഴ്സും അതിന് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഫേസ് ഡിഫറൻസിന് ഈക്വലാണ് 5 എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നു? ഈ എക്സ് നമ്മൾ dx/dt കണ്ടുപിടിക്കുന്നു, d2x/dt² കണ്ടുപിടിക്കുന്നു. ആ dx/dt d2x/dt² ഇവിടെയും കൊടുക്കുന്നു. സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ദെൻ LHS മാത്രം എടുത്തു, F0 sin ωft മാത്രം എടുത്തു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 5നെ ആഡും ചെയ്യുന്നു, മൈനസും ചെയ്യുന്നു. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യുന്നു? sin a - b ഫോമായി. sin a - b എന്ന് വെച്ചാൽ എന്താണ്? sin a cos b + sin b cos a ആണ്. സോ എന്ത് ചെയ്യുന്നത്? sin a cos b + cos a sin b ഫോമാണ്. അങ്ങനെ എഴുതി കൊടുത്തു. ദെൻ LHS എടുക്കുന്നു. LHSൽ എന്താ ഉള്ളത്? ഇതാണ് LHSലുള്ളത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? sin ωft -5 ഉള്ളത് ഇവിടെയുണ്ട്. ദെൻ ഇവിടെയുണ്ട്. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. എയും ω02 വരും. ഓക്കെ, a × ω02 - ωf² വരും. ഇനി ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ ഈ രണ്ട് ഇക്വേഷനിലും നമുക്ക് sin ωft -5 ഉണ്ട്, ഇവിടെയും sin ωft -5 ഉണ്ട്. ദെൻ cos ωft -5 ഇവിടെയുണ്ട്, cos ωft -5 ഉണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അതാണ് ചെയ്തിട്ടുള്ളത്. കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ദെൻ ഈ രണ്ട് ഇക്വേഷൻസ് ഇത് രണ്ടും കിട്ടുന്നത് കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തിട്ടാണ്. അത് രണ്ടിനും സ്ക്വയർ ആയിട്ട് ആഡ് ചെയ്തു. ഓക്കെ, സ്ക്വയർ ആയിട്ട് ആഡ് ചെയ്തു. നമുക്ക് വേണ്ടത് ആംപ്ലിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷനാണ്. സോ ആംപ്ലിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട് a² = F0² അതായത് ഇവിടുന്ന് ആംപ്ലിറ്റ്യൂഡ് a² പുറത്തേക്ക് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്തു. ദെൻ a = എന്താവും? √ഓഫ് എന്നിട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് ആംപ്ലിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അടുത്ത ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. എ സിമ്പിൾ ഹാർമോണിക് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ y = 8 sin 2πt / 0.05 - 0.05x. ഫൈൻഡ് ദ വേവ് വെക്ടർ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ വേവ്. ഓക്കെ, സോ നമ്മുടെ ജനറൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? y = a sin kx - ωt ആണ്. അതിൽ k എന്ന് പറയുന്നത് 2π/λ, x ആണ്, ω എന്ന് പറയുന്നത് 2π/t × t ആണ്. സോ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുന്നു? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണുള്ളത്?
കെ ഉണ്ട്. ഇവിടുത്തെ കെ എന്താ 2π/20 ആണ്. സോ 2π/20 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ദെൻ ഇവിടെ എന്താണ് 2π/t എന്ന് പറയുന്നത് 2π/0.02 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കെ കണ്ടുപിടിച്ചു, വേവ് വെക്ടർ കണ്ടുപിടിച്ചു. 2π/λ ആണ്, അത് π/10 എന്ന് പറഞ്ഞിട്ട് കിട്ടി. കമ്പയർ ചെയ്ത് മാത്രമാണ്. ദെൻ ഫ്രീക്വൻസി കാണാൻ മതി. ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻസി പറയുന്നത് എന്താണ് ω/2π ആണെന്ന് അറിയാം. സോ ω/2π. ഓക്കെ, ആൻഡ് ω/2π എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഒമേഗ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ, അതായത് ഒമേഗ = 2π/t ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമുക്ക് 2π/0.02 എന്ന് വെച്ച് കിട്ടിയിട്ടുണ്ട്. സോ അതിന് 2π/0.02 × 2π ചെയ്തു. അതായത് നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണെന്നറിയാം. നമുക്ക് കാണുന്നത് ഫ്രീക്വൻസി n ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω/2π ആണല്ലോ. സോ ഇവിടുത്തെ ഒമേഗക്ക് എന്ത് ചെയ്തു, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 2π/t × എന്താണ്, ഇവിടെ ഒരു 1/2 ഒമേഗ 2π ഇല്ല, അത് ഇവിടെ കൊടുത്തു. ദെൻ 2π ക്യാൻസലായിട്ട് പോകും. ഇവിടെ ടി ആണ് ബാക്കിയുള്ളത്. ടി എത്രയാണ്, ടി ഇവിടെ തന്നിട്ടുണ്ട് 2π/t റെപ്രസെൻറ്റേഷനിൽ ഇവിടെ എന്താണ് 2π/0.02 ആണ്. അപ്പോൾ ടി എന്ന് പറയുന്നത് 0.02 ആണ്. അങ്ങനെയാണ് 75 ഹെഡ്സ് കിട്ടിയിട്ടുള്ളത്. അടുത്ത കാണാൻ പറ്റുള്ളത് പീരീഡ് ആണ്. പീരീഡ് എന്ന് പറയുന്നത് ടി ആണ്. നമുക്ക് ഫ്രീക്വൻസി കിട്ടിയ പിന്നെ 1/n ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണല്ലോ. അപ്പോൾ 1/n വെച്ചിട്ട് നമുക്ക് പീരീഡ് കിട്ടും. ദെൻ വേവ് ലെങ്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. വേവ് ലെങ്ത് കാണാൻ വേണ്ടി 2π/λ = 2π/20 എന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ λ = 20 എന്ന് വെച്ചിട്ട് കിട്ടും. നമുക്ക് തന്നതാണ്, ഗിവൺ തന്നതാണ്. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, വെലോസിറ്റിയും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ് v = n λ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് വേണ്ടി പറ്റും, വെലോസിറ്റി എന്നും അറിയാം ലാംഡയും അറിയാം, നമുക്ക് വെലോസിറ്റി കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, then next 12th question ആണ്. ഫസ്റ്റ് പാർട്ട്, derive an expression for velocity of transverse wave in a stretched string and state law of transverse vibration. സോ അതിന് വേണ്ടി എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്തു. സ്ട്രിങ് എൽ ലെങ്ത്തുള്ള സ്ട്രിങ് കൺസിഡർ ചെയ്തു. അതിൻ്റെ സെൻറ്ററിന് എന്ത് ചെയ്യുന്നു, നമ്മൾ വെർട്ടിക്കലായിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇത് കിട്ടും. ഓക്കെ, ഷേപ്പ് കിട്ടും. ആൻഡ് അത് വെച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഡിറൈവ് ചെയ്യുന്നത്. ഇനി ത്രൂ ഔട്ട് ദ സ്ട്രിങ് ടെൻഷൻ കോൺസ്റ്റൻ്റ് ആണെന്നുള്ള അസംഷൻസ് ഒക്കെ ഉണ്ട്. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ടോട്ടൽ ലെങ്ത്തിന് പകരം ഒരു ചെറിയൊരു പോർഷൻ A', B' എന്ന പോർഷൻ എടുത്തു. അതിൻ്റെ ലെങ്ത് Δx ആണ് പറയുന്നത്. ദെൻ ഇവിടുത്തെ ഇതിന് ടെൻഷൻ വരുന്നത് ഇങ്ങോട്ടേക്കാണ്, ടാൻജൻഷ്യൽ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ഇവിടുത്തത് ഇങ്ങോട്ടേക്കാണ്. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1 ആണ്, ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ2 ആണ്. നമ്മൾ എന്ത് ചെയ്തു, റിസോൾവ് ചെയ്യണം. അതായത് ഒരു ഫോഴ്സ് ഇത് θ ആംഗിളിൽ ഇത് ടെൻഷൻ T ഉണ്ടെങ്കിൽ അതിൻ്റെ X കോമ്പണൻറ്റ് Y കോമ്പണൻറ്റ് എന്നിട്ട് നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഇതെന്താണ്, ഇത് T cos θ ആണ് X കോമ്പണൻറ്റ് വരുന്നത്, T sin θ ആണ് Y കമ്പണൻറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പണൻറ്റ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ഇതിന് എന്ത് ചെയ്തു, വെർട്ടിക്കൽ കമ്പണൻറ്റും ഹൊറിസോണ്ടൽ കമ്പണൻ്റായിട്ട് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിനെന്ത് ചെയ്യുന്നു, ഇതിനെയും ഹൊറിസോണ്ടൽ കമ്പണൻറ്റും വെർട്ടിക്കൽ കമ്പണൻ്റായിട്ട് റിസോൾവ് ചെയ്തു. ഓക്കെ, ഇനി ടോട്ടൽ ഫോഴ്സസ് നോക്കുകയാണ്. നമ്മൾ എക്സ് ഡയറക്ഷൻ, അതായത് ഹൊറിസോണൽ ഡയറക്ഷനിൽ ടോട്ടൽ ഫോഴ്സ് നോക്കുകയാണ്. ഹൊറിസോണൽ ഡയറക്ഷൻ എന്താണ്, അവിടെ മൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ല, കാരണം നമ്മൾ സ്ട്രിങ് എടുക്കുന്നു, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. അവിടെ എന്താണ് വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഉള്ളൂ, ഹൊറിസോണൽ മോഷൻ ഇല്ല. സോ എന്താണ് Fx 0 ആയിരിക്കും. നെക്സ്റ്റ് Fy, ദാറ്റ് ഈസ് വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് നമ്മൾ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, T sin θ2 ഉണ്ട്, T sin θ1 ഉണ്ട്. രണ്ടെന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് sin θ2 - sin θ1 എന്നിട്ട് കൊടുത്തു. ആൻഡ് θ1 ഉം θ2 സ്മോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് sin θ1 is approximately equal to tan θ1 എന്ന് കൊടുക്കാം, sin θ2 approximately equal to tan θ2 എന്നിട്ട് കൊടുക്കാം. ദെൻ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ടോട്ടൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് വെച്ചാൽ d²x/dt² ആണ്. ഇവിടെ നമ്മൾ എക്സിന് പകരം y, ഡിസ്പ്ലേസ്മെൻറ്റ് y കൊടുത്തു, d²y/dt² എന്നിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടുത്തെ എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, മാസ് എന്താണ് ക്യാപിറ്റൽ M ആണ്, യൂണിറ്റ് ലെങ്ത് എത്രയാണ്, നമ്മൾ Δx ആണ് യൂണിറ്റ് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി tan θ2 tan θ1 എടുക്കുന്നു. നമ്മൾ ആ ഫിഗർ നോക്കുകയാണെങ്കിൽ tan θ2 എന്ന് പറയുന്നത് dy/dx at x + Δx ആണല്ലോ, ആൻഡ് tan θ2 എന്ന് പറയുന്നത് dy/dx at x ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് എമ്മിനെയും ഈ Δxനെയും എന്ത് ചെയ്തു, ഇത് ഡെൽറ്റയാണ്, റോ അല്ല ഡെൽറ്റയാണ്, സ്മോൾ ലെറ്റർ ഡെൽറ്റയാണ്. സോ m × Δx, m Δxനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ T/m dy/dx, ഈ ഒരു ഫോം നോക്കിയാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫോം, അതായത് ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കിട്ടുന്ന ഫോമാണ് ഇത്. ആൻഡ് ഈ ഒരു എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി മാക്സിമം പഠിച്ചിട്ടുണ്ട്. F' of x എന്ന് വെച്ചാൽ എന്താണ്, F of
എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് അല്ലേ, എഫ് ഓഫ് എക്സ് ഇവിടെ മൈനസ് ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ടും എഫ് ഡാഷ് ആകുമ്പോൾ എന്താകും, ഇവിടെ എഫ് ഡബിൾ ഡാഷ് ആകുമല്ലോ. സോ ഇവിടെ നോക്കിയാൽ സെയിം കേസ് അല്ലേ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ഇത് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണുള്ളത്. സോ എന്ത് ചെയ്യുന്നു, നമുക്കിത് എഫ് സ്ക്വയർ എന്നിട്ട് കൊടുക്കാം, അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നിട്ട് കൊടുക്കാം. ഇനി ടി ബൈ എമ്മിന് വി സ്ക്വയർ എന്നിട്ട് കൊടുത്തു, ടി ബൈ എമ്മിന് വി സ്ക്വയർ എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം വി സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നിട്ട് കിട്ടും അല്ലേ. ദെൻ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അതായത് ഇതവിടെ വെച്ചിട്ട് ഈ ടി ബൈ എമ്മിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എം ബൈ ടി ആകും. എം ബൈ ടി എന്ന് വെച്ചാൽ എന്താ, 1 വി സ്ക്വയർ, അതായത് വി സ്ക്വയർ എന്ന് വെച്ചാൽ ടി ബൈ എം ആണെങ്കിൽ എം ബൈ ടി എന്തായിരിക്കും, 1 വി സ്ക്വയർ ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേണ്ടത് വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ ആണ്. വി ആണ് ഇവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് വി സ്ക്വയർ അല്ലേ, അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വി സ്ക്വയർ ടി ബൈ എം ആണെങ്കിൽ വി എന്തായിരിക്കും, റൂട്ട് ടി ബൈ എം. ടി എന്താണ്, ടെൻഷൻ ആണ്, ഇൻ ദ സ്ട്രിങ് ആണ്. എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ് വരുന്നത്. ഓക്കെ, സോ വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്.